എവിടെയാ സുന്ദരി? നമ്മുടെ മുമ്പിൽ ഒന്ന് നൃത്തം ചെയ്യാൻ പറയൂ. പ്രഭു, യഹൂദർക്ക് പുതിയ രാജാവോ? അതും ദൈവപുത്രൻ. ഈ ഹെറോദോ രാജാവ് ഉള്ളപ്പോൾ മറ്റൊരു രാജാവും ഈ യൂദയ രാജ്യത്ത് ഉണ്ടാവില്ല. പക്ഷെ എല്ലാവരും അങ്ങനെ പറയുന്നു പ്രഭു. ഇനി അങ്ങനെ പറയുന്നവരുടെ നാവുകൾ അരിഞ്ഞു കളയൂ. കടന്നു പോകൂ എന്റെ മുമ്പിൽ നിന്ന്. കടന്നു പോകാൻ. എന്താണ് അങ്ങ് വിഷമിച്ചിരിക്കുന്നത്? എനിക്ക് ഒരു വിഷമവും ഇല്ല. ഉണ്ട്, അങ്ങയുടെ കണ്ണിൽ ഞാൻ ഭയം കാണുന്നു. യഹൂദർക്ക് വേറൊരു രാജാവ് ജനിക്കാൻ പോകുന്നെന്ന് എല്ലാവരും പറയുന്നു. അതിന് അങ്ങ് എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത്? നീ എന്താണ് ഈ പറയുന്നത്? ദൈവപുത്രൻ ജനിക്കട്ടെ, പക്ഷേ അത് രാജാവായി വളരാതെ ഇരുന്നാൽ പോരെ? നീ പറയുന്നത് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു കുഞ്ഞ് ഭൂമിയിൽ പാദം സ്പർശിക്കും മുൻപ് അതില്ലാതായാൽ? ഓ എൻ്റെ മാൾത്തസ്, നീ ശരിക്കും ഒരു ബുദ്ധിരാക്ഷസി തന്നെ. അങ്ങക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? ശിശുവിൻ്റെ ജനനം നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും? ആ വാർത്ത നമ്മെ തേടി വരും. നമ്മുടെ ദൂതന്മാർ അതിനു വേണ്ട അന്വേഷണം നടത്തുന്നുണ്ട്. നിസ്സാരം ഒരു കുഞ്ഞിനെ ഓർത്ത് ഞാൻ ഭയന്നു പോയിരുന്നു. ഇപ്പോഴെനിക്ക് സമാധാനമായി. ഞാൻ മാത്രമാണ് യൂദയയുടെ രാജാവ്, ഒരേ ഒരു രാജാവ്. രാജാവിന് സ്തുതിയായിരിക്കട്ടെ. അങ്ങ് എത്തിയോ? എന്താ എന്നെ വിളിക്കാത്തെ? അങ്ങ് എന്തിനാണ് ഇത്രയും പരിഭ്രാന്തനായി നടക്കുന്നത്? എന്നോട് എന്താ ഒന്നും മിണ്ടാത്തെ? പേര് ചേർക്കാനായി ബത്ലഹേമിലേക്ക് പോകണം. ഈ അവസ്ഥയിൽ നിന്നെയും കൊണ്ട് എങ്ങനെ ഇത്ര ദൂരം യാത്ര ചെയ്യും? അങ്ങ് കൂടെ ഉണ്ടെങ്കിൽ എത്ര ദൂരം പോകുവാനും എനിക്ക് ഒരു ഭയവുമില്ല. പക്ഷെ നീ പറയുന്ന പോലെ എല്ലാം അറിയും. എനിക്കിപ്പോഴും ഇതൊന്നുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെയുള്ള പലരും ഇപ്പോഴും എന്നെ കളിയാക്കുന്നുണ്ട്. അങ്ങേക്ക് ഇപ്പോഴും ഉള്ളിൽ ഇത്രയും വിഷമമുണ്ടോ? എനിക്കത് അറിയില്ലായിരുന്നു. ഞാനൊരു സാധാ മരപ്പണിക്കാരനാണ്. എൻ്റെ ഉള്ളിൽ ആശങ്കകളുണ്ട്. അല്ല, അങ്ങൊരു നീതിമാനാണ്. അങ്ങേ നാളെ ലോകം മഹത്വപ്പെടുത്തും. എനിക്കൊന്നും അറിയില്ല. എന്തായാലും പേര് ചേർക്കാനായി ബത്ലഹേമിലേക്ക് പോവാം. നീ തയ്യാറായിക്കോളൂ. നമ്മൾ കിഴക്ക് നിന്ന് ഒത്തിരി സഞ്ചരിച്ചിട്ടുണ്ടാകും അല്ലേ? ഇനിയും ഒത്തിരി അന്വേഷിക്കേണ്ടി വരുമായിരിക്കുമോ ദൈവപുത്രനെ കാണുവാൻ? ഞാൻ ശരിക്കും തളർന്നു പോയിരിക്കുന്നു. അസഹനീയമായ തണുപ്പ് നാടെങ്ങും. നമുക്ക് ദൈവപുത്രനെ കാണുവാൻ സാധിക്കുമോ? അതോ നമ്മുടെ ഈ അന്വേഷണം വ്യർത്ഥമാകുമോ? എത്ര നടന്നാലും എത്ര അന്വേഷിച്ചാലും ദൈവപുത്രനെ കണ്ട് ഒന്ന് താണു വണങ്ങിയാൽ മാത്രമേ എനിക്ക് ദൈവം നൽകിയ ഈ ജീവന് എന്തെങ്കിലും അർത്ഥം ഉണ്ടാവുകയുള്ളൂ. തളരാതെ ഇരിക്കൂ. നമ്മുടെ ഈ അന്വേഷണം ഒരിക്കലും വെറുതെയാവുകയില്ല.
അങ്ങ് ആകാശത്ത് എന്തെങ്കിലും പ്രതിഭാസം കാണുന്നുണ്ടോ? ഞാൻ ഒന്നും ഇതുവരെ കണ്ടില്ല. ഞാൻ ഒരു നക്ഷത്രത്തെ പോലെ എന്തോ കാണുന്നുണ്ട്. ഒരുപക്ഷെ നമുക്ക് വഴികാട്ടിയായി അത് തെളിഞ്ഞു വരുമായിരിക്കും. വളരെ കുറച്ച് സമയം കൂടെ കാത്തിരുന്നേ മതിയാകൂ. മേഘങ്ങളിൽ നിന്നും ചില സൂചനകൾ ഞാൻ കാണുന്നു. വെള്ളം വേണം കുടിക്കാൻ. കയ്യിലുള്ളതെല്ലാം തീർന്നിരിക്കുന്നു. അടുത്തെങ്ങും ഒരു കിണറും കാണുന്നില്ല. കുറച്ചുകൂടെ മുന്നിലേക്ക് പോയി നോക്കാം. എനിക്ക് ഒരടി കൂടെ നടക്കാൻ വയ്യ. ഞാനൊന്ന് നോക്കട്ടെ. എൻ്റെ ഭാര്യയ്ക്ക് ദാഹിക്കുന്നു. കുടിക്കാൻ കുറച്ച് വെള്ളം തരാമോ? എൻ്റെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ട കുറച്ച് വെള്ളം മാത്രമേ ഈ വീട്ടിലുണ്ടാകൂ. എനിക്കൊരു തുള്ളി മതിയാവും. അവൾ പൂർണ്ണ ഗർഭിണിയാണ്. നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ശരിക്കും അങ്ങേക്ക് എന്നോട് സ്നേഹമുണ്ടോ? എൻ്റെ സ്നേഹം കേവലം വാക്കുകളിലൂടെ പ്രകടമാക്കാനൊന്നും എനിക്കറിയില്ല. നിന്നോടും നമുക്ക് ജനിക്കാൻ പോകുന്ന ഈ കുഞ്ഞിനും നല്ലൊരു പിതാവായി ഞാൻ എന്നും കൂടെ തന്നെ ഉണ്ടാവും. വേദനിക്കുന്നു. സഹിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ആരുമില്ലേ? എന്തു വേണം നിങ്ങൾക്ക്? ഞങ്ങൾക്ക് ഈ ഭവനത്തിൽ അഭയം നൽകാമോ? ഞങ്ങൾക്ക് കിടക്കാൻ പോലും ഈ ഭവനത്തിൽ ഒരിടമില്ല. പേര് ചേർക്കാനായി ദൂരെ ദേശത്ത് നിന്നെത്തിയ ബന്ധുക്കളെല്ലാവരും ഇവിടെ താമസിച്ചിരിക്കുകയാണ്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആരാണ് നിങ്ങൾ? എന്താണ് വേണ്ടത്? ഞങ്ങൾക്ക് ഈ ഭവനത്തിൽ അഭയം തരാമോ? എൻ്റെ ഭാര്യയ്ക്ക് തീരെ നടക്കാൻ കഴിയില്ല. എൻ്റെ ഭവനം നിങ്ങളെപ്പോലെയുള്ള അഭയാർത്ഥികൾക്കുള്ളതല്ല. നിങ്ങൾ ഇവിടുന്ന് പോകൂ. എനിക്കിനി ഒട്ടും നടക്കാൻ കഴിയില്ല. നമുക്ക് ആരും ഒരു അഭയം തരുന്നില്ലല്ലോ മറിയം. കർത്താവേ, 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 കർത്താവേ. എന്ത് പറ്റി? നമ്മുടെ ആടുകളെല്ലാം കിടന്ന് കരയുകയാണല്ലോ. നീ ഒന്നിനും കഴിക്കാൻ കൊടുത്തില്ലല്ലേ? അതാവും എല്ലാം കിടന്ന് കരയുന്നത്. അതൊന്നുമല്ല, ചിലപ്പോൾ വല്ല ചെന്നായ്ക്കളും വന്ന് ശല്യം ചെയ്ത് കാണുമായിരിക്കും. എന്നിട്ടാ ചെന്നായി എവിടെ? നിന്നെ കണ്ട് പേടിച്ചോടിപ്പോയതായിരിക്കും. നിങ്ങൾ രണ്ടുപേരും ഒന്ന് ബഹളം വെക്കാതിരിക്കുമോ? കൂട്ടിൽ നിന്നൊന്നും പോയിട്ടില്ലല്ലോ. എന്താണ് നമ്മൾ ഈ കാണുന്നത്? എനിക്ക് ശരിക്കും പേടിയാവുന്നു കേട്ടോ. പറയൂ,
നിങ്ങൾ ആരാണ്? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. നമ്മൾ ഈ കേട്ടത് സത്യമാണോ? സത്യമായിരിക്കും കൂട്ടുകാരാ. എന്തായാലും നമുക്കൊന്ന് പോയി അന്വേഷിക്കാം. എന്നാൽ വരൂ കൂട്ടുകാരെ, നമുക്ക് ബെത്ലഹേമിലേക്ക് പോകാം, ക്രിസ്തുവിനെ കാണാം. പ്രഭു, ജ്ഞാനികളോ? വരാൻ പറയൂ. ആരാണ് നിങ്ങൾ? യഹൂദരുടെ രാജാവ് ജനിച്ചതിൻ്റെ സൂചന ലഭിച്ചതനുസരിച്ച് കിഴക്ക് ദേശത്തു നിന്നെത്തിയവരാണ് ഞങ്ങൾ. നിങ്ങളെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു ദൈവപുത്രനും ഒരിടത്തും ജനിച്ചിട്ടുമില്ല, ജനിക്കാൻ പോകുന്നുമില്ല. ഞങ്ങൾക്ക് കിട്ടിയ വിവരം ശരിയാണ്. ദൈവപുത്രൻ ജനിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ എങ്ങനെ ജെറുസലേമിലെത്തി? ഞങ്ങൾ ഒരു നക്ഷത്രത്തെ പിന്തുടർന്നാണ് ഇവിടം വരെ എത്തിയത്. ലോകരക്ഷകനായ മിശിഹ ജെറുസലേമിൽ ജനിക്കുമെന്ന് തിരുവചനങ്ങൾ ഉള്ളതാവുന്നു. നിങ്ങൾ പോയി യഹൂദരുടെ രാജാവിനെ അന്വേഷിച്ച് കണ്ടെത്തുക. കണ്ടെത്തിയതിന് ശേഷം വന്ന് നമ്മോട് ആ വിവരം അറിയിക്കേണ്ടതാണ്. നമുക്കും നവജാതനായ യഹൂദരുടെ പുതിയ രാജാവിനെ കാണണം. തീർച്ചയായും പ്രഭു. ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വേണ്ടത് നമ്മെ അന്വേഷിച്ചു വരുമെന്ന്. അവർ ജ്ഞാനികളല്ല, മണ്ടന്മാരാണ്. അവർ പോയി കണ്ടുപിടിക്കട്ടെ. എന്നിട്ട് കുഞ്ഞിനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരട്ടെ. എന്നിട്ട് വേണം എനിക്ക് ആ കുഞ്ഞിനെ കഴുത്തിനരിച്ച് കൊല്ലുവാൻ. അങ്ങ് ആ ജ്ഞാനികളെ നിസ്സാരമായി കാണരുത്. ആ ജ്ഞാനികളെ പിന്തുടരണം, അവരറിയാതെ. ആരെവിടെ? ആ ജ്ഞാനികളെ പിന്തുടർന്ന് അവരെവിടെയാണെന്ന് അന്വേഷിച്ച് അറിയിക്കണം. ആജ്ഞ പോലെ പ്രഭു. മാൾത്തസ്, ഇനി നമുക്ക് എന്തെങ്കിലും പേടിക്കേണ്ടതുണ്ടോ? ആ നവജാത ശിശുവിനെ കൊല്ലുന്നത് വരെ നമ്മൾ പേടിക്കേണ്ടതുണ്ട് പ്രഭു. ആ കുഞ്ഞ് എൻ്റെ ഈ കൈക്കുള്ളിൽ ഞെരിഞ്ഞ് അമർന്ന് നിശ്ചലമാകും. അങ്ങ് നോക്കിയേ, എന്തൊരു തേജസ്സാണല്ലേ ഇവന്റെ മുഖത്ത്. ദൈവപുത്രൻ നിന്റെ കരങ്ങളിൽ. മറിയം, നീ എത്രയും ഭാഗ്യം നിറഞ്ഞവളാണ്. ലോകരക്ഷകൻ ദാ ഈ പുൽത്തൊഴുത്തിൽ ജനിച്ചിരിക്കുന്നു. എനിക്കിപ്പോഴും എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇവൻ ഭൂമിയിൽ സമാധാനം പ്രദാനം ചെയ്യാനെത്തിയ ദൈവപുത്രൻ, ഈശോ, യഹൂദരുടെ പുതിയ രാജാവ്. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യഹൂദരുടെ രാജാവിന് സ്തുതി. ഞങ്ങൾക്ക് നവജാത ശിശുവിനെ കണ്ട് അത്യധികം സന്തോഷവും അനുഗ്രഹവും ലഭിച്ചിരിക്കുന്നു. നമുക്ക് ഹെറോദീസ് രാജാവിൻ്റെ അടുക്കിലേക്ക് പോയി യഹൂദരുടെ പുതിയ രാജാവിനെ കണ്ട കാര്യം അറിയിക്കണ്ടേ? ശരിയാണ്, രാജാവിനോട് പറയാമെന്ന് നമ്മൾ വാക്ക് കൊടുത്തതാണ് അല്ലേ? ജ്ഞാനികളെ, നിങ്ങൾ ഹെറോദീസിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുത്. അവൻ ശിശുവിനെ വധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നമുക്ക് കൊട്ടാരത്തിലേക്ക് തിരികെ പോകേണ്ട. എന്തോ ഒരു ചതി അയാളുടെ നോട്ടത്തിലും സംഭാഷണത്തിലും എനിക്ക് തോന്നി. നമുക്ക് വേറെ ദിശയിലൂടെ തിരികെ സഞ്ചരിക്കാം. കടന്നു പോകൂ നമ്മുടെ മുമ്പിൽ നിന്ന്. ഇനി നമ്മൾ എന്ത് ചെയ്യും മാൾത്തസ്? ആ ചതിയന്മാർ ഒളിച്ചു കടന്നിരിക്കുന്നു. നമുക്ക് ഈ നഗരത്തിലെ എല്ലാ പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊന്നുകളഞ്ഞേക്കാം.
അത് തന്നെയാണ് വേണ്ടത്. ആരെവിടെ? ഈ നാട്ടിലെ 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും കൊന്നുകളഞ്ഞേക്ക്, തടയുന്നവരെയും കൊന്നുകളഞ്ഞേക്ക്. ഇത് രാജകൽപ്പനയാണ്. ജോസഫ്, നവജാത ശിശുവിനെയും മാതാവിനെയും കൂട്ടി എത്രയും പെട്ടെന്ന് സുരക്ഷിത സ്ഥലത്തേക്ക് പോകൂ. ഹെറോദേസ് ശിശുക്കളെ കണ്ടെത്തി കൊല്ലുവാൻ ഉത്തരവിട്ടിരിക്കുന്നു. മറിയം, എഴുന്നേക്കൂ. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. ഇനി ഇവിടെ നിൽക്കുന്നത് ആപത്താണ്. അങ്ങ് എന്തിനാ ഇങ്ങനെ ഭയക്കുന്നത്? നമ്മുടെ കൂടെയുള്ളത് ദൈവപുത്രനല്ലേ? ശരിയാണ് മറിയം. എന്നിരുന്നാലും എനിക്ക് ലഭിച്ച അരുളപ്പാട് ഞാൻ അനുസരിക്കേണ്ടതുണ്ട്. നിന്നെയും പുത്രനെയും സംരക്ഷിക്കുകയാണ് ഞാനിപ്പോൾ ചെയ്യേണ്ടത്. വരും മറിയം, നമുക്ക് ഇവിടുന്ന് പോകാം. അങ്ങിപ്പോൾ ശരിക്കും സ്നേഹനിധിയായ ഒരു ഭർത്താവും പിതാവുമായിരിക്കുന്നു. യഹൂദരുടെ രാജാവേ, നിനക്ക് സ്വസ്തി.